അങ്ങനെ ഒരു മുഹമ്മദ് നബിയുടെ റെക്കമെൻഡൊന്നും വേണ്ട, മധ്യവർത്തി വേണ്ട, ഇടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക്. അത്തരം ആളുകൾക്ക് നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇവർ കാര്യമായിട്ട് അവലംബിക്കുന്ന ഈ തഫ്സീർ റാസി എടുക്കട്ടെ, അല്ലെങ്കിൽ ജലാലീൻ എടുക്കട്ടെ, ബൈലാവി എടുക്കട്ടെ, തഫ്സീർ ഇബ്നു കസീർ എടുക്കട്ടെ, അഹ്ലുസുന്ന അംഗീകരിക്കുന്ന തഫ്സീർ എടുക്കട്ടെ, ആ തഫ്സീറിൽ നിന്ന് ഇവർ പഠിപ്പിക്കുന്ന ഒരു തവസ്സുൽ കിട്ടുമോ ഇല്ലേ? ഇല്ല എന്ന് ഉറപ്പാണ്. ഖുർആൻ അവതരിച്ചത് നബിക്കാണ്. ഈ ആയത്ത് നബി ഓതിക്കൊടുത്തത് ആർക്കാ? സ്വഹാബികൾക്കാണ്. ആ സ്വഹാബികൾ എന്ത് മനസ്സിലാക്കിയിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടാമെന്ന് ഈ ആയത്തോട് മനസ്സിലാക്കിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ്റെ സംസാര ശകലത്തിൽ വന്ന ഒരു വാചകം, അള്ളാഹുവിനോട് നേരിട്ട് തേടിയാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന ഒരു വാചകത്തെ ചൊല്ലി കേരളത്തിൽ വളരെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം കഴിഞ്ഞ പ്രൂഫ് പോയിന്റുകളിൽ നാം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ആ വിശദീകരണങ്ങൾക്കെല്ലാം ശേഷം സമസ്തയുടെ മുൻനിര പണ്ഡിതന്മാരിൽപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ 20ഓളം ആയത്തുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് സൂറത്ത് മുനാഫിഖൂനിലെ ഒരു ആയത്ത് തന്നെ ഓതിക്കൊണ്ട് ഇടതേട്ടം എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ചതാണ്, പരിശുദ്ധ ദീനിലുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഒന്നാമതായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ആദ്യമായി നമുക്ക് ആ ക്ലിപ്പ് കേൾക്കാം. നേരിട്ട് പടച്ചവരോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. ഈ ഒരു സംസാരത്തിൽ നമ്മൾ കേട്ടത് സമസ്ത പഠിപ്പിക്കുന്ന ഇടതേട്ടത്തെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടെ നിങ്ങോട്ട് തുടങ്ങിയുള്ള അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച തവസ്സുലുമായി കൂട്ടിക്കലർത്തുകയും അതിന് അനുവദിക്കപ്പെട്ട തവസ്സുലിന് ഉപയോഗിക്കാവുന്ന തെളിവുകളെ എടുത്തുകൊണ്ട് സമസ്ത പ്രചരിപ്പിക്കുന്ന ശിർക്കായതും ബിദ്അത്തായതുമായ തവസ്സുലുകൾക്ക് തെളിവായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ഒന്നാമതായിക്കൊണ്ട് 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, 20ഓളം ആയത്തുകൾ തെളിവുണ്ട് സമസ്ത പ്രചരിപ്പിക്കുന്ന ശിർക്കും ബിദ്അത്തുമായ തവസ്സുലിന് 20ഓളം ആയത്തുകൾ തെളിവുണ്ട് എന്നും, അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിൽ മുനാഫിക്കളുടെ ലക്ഷണമാണ് ഇടതേട്ടം വേണ്ട, അതല്ലെങ്കിൽ തവസ്സുൽ വേണ്ട എന്നുള്ളത്, അത് മുഅ്മിനീങ്ങളുടെ ശൈലിയല്ല എന്ന് ധ്വനിപ്പിക്കുന്ന 2 വശങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മുസല ഉസ്താദ് അത് വിശദീകരിക്കണം. ഉസ്താദ്, എന്താണ് ആ 20 ആയത്തുകൾ, അത് തെളിവുണ്ടോ, അങ്ങനെ ആയത്തുകളുണ്ടോ, അതല്ലെങ്കിൽ അദ്ദേഹം മോദിയ ആയത്തിൻ്റെ യഥാർത്ഥ വശം അതെന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന നിലക്ക്, അഥവാ തൗഹീദുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അവകാശപ്പെട്ടതായി പഠിപ്പിച്ചിട്ടുള്ള ഇബാദത്ത്, ആരാധന, ആ ആരാധനയുടെ പ്രധാന ഭാഗമായി വരുന്നൊരു സംഗതിയാണ് ഇടതേട്ടം എന്നുള്ളത്, തവസ്സുൽ എന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ രീതിയും കാര്യങ്ങളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെയും അതേപോലെ തന്നെ അവിടുന്നിൻ്റെ വാക്കുകളിലൂടെയും പല സംഭവങ്ങളിലൂടെയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചതുമാണ്. അതിന് തീർത്തും എതിരായ രീതിയാണ് ഈ വിഷയത്തിൽ സമസ്ത വിഭാഗം കൊണ്ട് നടക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ആ അപകടം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല ആളുകൾക്കും തവസ്സുലിൻ്റെ കാര്യത്തിൽ സമസ്തയുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ വഴി എന്താണ് എന്നറിയാത്തൊരവസ്ഥ ഉണ്ട്. പൊതുവെ ഉസ്താദന്മാരെന്ന് ഇങ്ങനെ കേൾക്കും, ഇടയാളന്മാരെ വെക്കുക, അതേപോലെ മഹാന്മാരുമായി അടുക്കാൻ നോക്കുക, ഇങ്ങനെ കുറേ പ്രയോഗങ്ങൾ കേൾക്കുക എന്നല്ലാതെ അതിൻ്റെ ഒരു നിർവചനം പലരും കേൾക്കാത്തൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇത് അലവി സഖാഫി എഴുതിയിട്ടുള്ള തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്കുനേർ എന്ന പുസ്തകമാണ്. ഇതിൻ്റെ 11ാമത്തെ പേജിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന മഹാത്മാക്കൾ, മഹൽ വസ്തുക്കൾ, മഹൽ കാര്യങ്ങൾ
എന്നിവയെ മധ്യവർത്തികളാക്കി ചോദിക്കുന്നതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്നൊരു പ്രയോഗം കൊടുത്തിട്ട് മഹാന്മാരെയും വസ്തുക്കളെയും മഹത്തായ കാര്യങ്ങളെയൊക്കെ ഇടയിൽ വെച്ചിട്ട് അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ്. ഇനി ഇതേ കാര്യം തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഫത്താവ മുഹീസിന്ന എന്ന പുസ്തകത്തിൻ്റെ ഒരുപാട് പേജുകളിൽ എന്തായിട്ടുണ്ട്, ഇത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാദം നമ്മൾ കേൾപ്പിക്കുന്നത് എന്തിനാ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ പേരോട് സഖാഫി പറഞ്ഞത് എന്താണ്, 20ഓളം ആയത്തുകൾ ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള തേട്ടത്തിനുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് അടിവരയിട്ട് ചോദിക്കാനുള്ളത്, സമസ്ത പഠിപ്പിക്കുന്ന ഈ ആശയത്തിലുള്ള ഇടതേട്ടം, ആ ഇടതേട്ടത്തിന് 20ഓളം ആയത്തുകൾ ഉണ്ടെങ്കിൽ അതാണ് കാണിച്ചിരേണ്ടത്. ഈ ആശയത്തിനുള്ള വേണ്ടത്. അല്ലാതെ ചില പദങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ളത് അങ്ങനെയുള്ളത് എന്നൊപ്പിച്ചിട്ട് കാര്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ വന്ന ആയത്തുകൾ എടുത്തിട്ട് ഒന്നിലേക്ക് കൊണ്ടുപോയിട്ടും കാര്യമില്ല. അപ്പോൾ ആ 20ഓളം ആയത്തുകൾ ഉണ്ടെങ്കിൽ അതാണ് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. മറ്റൊരു കാര്യം, ഇവർ ഇത്തരം വിഷയത്തിലൊക്കെ കാര്യമായി ആശ്രയിക്കുന്നത് ഇവരുടെ കേന്ദ്രം ഒരു കേന്ദ്ര ആയിട്ടുള്ള ഷിയാക്കളെയാണ്. ഇപ്പോൾ ഷിയാക്കൾക്കൊരു സ്വഭാവമുണ്ട്. അവരാദ്യം തന്നെ പ്രകടിപ്പിച്ച സ്വഭാവം എന്താ, അവർ കണ്ട ഒരു വാദത്തിലേക്ക് ഒരാശയത്തിലേക്ക് ആയത്തുകളെ വളച്ചൊടിക്കുക എന്നുള്ള ലൈനാണ് അവർക്കുണ്ടായിരുന്നത്. അതാണ് പിന്നെ അലി റളിയല്ലാഹുവിനൊക്കെ ഗണ്ണിച്ചു. അതേപോലെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനൊക്കെ ആ കാലത്ത് ഭയങ്കരമായ പിന്നെ ചർച്ചകളൊക്കെ അവരുടെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പിന്നെ അള്ളാഹുവിൻ്റെ കലാമിനെ അവർ കണ്ട ആശയത്തിലേക്ക് വളച്ചൊടിച്ചു. അതേ പണിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളെ ഷിയാക്കളിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുള്ള ആശയത്തിലേക്ക് ഇവരെന്ത് ചെയ്യുന്നു, വളച്ചു കൊണ്ടുവരുന്നു. ഇപ്പം ഇനി 20 ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഓതിയ പല ആയത്തുകളുണ്ട്. അതൊക്കെ ഒന്നുകിൽ പ്രവാചകന്മാർ ഇസ്തിഗ്ഫാർ നടത്തലുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതല്ലെങ്കിൽ മറ്റ് പലരുടെയും വിഷയത്തിൽ വന്ന ആയത്തുകൾ. ഈ ആയത്തുകൾ എടുത്തു കാട്ടിയിട്ടാണ് എന്താകുന്നത്, ഇത് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ട ഈ നിലക്കുള്ള ഇടത്തേട്ടത്തിന് തെളിവാണ് മഹാന്മാരോട്, മരിച്ചുപോയ അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട് ഒക്കെ തേടാനുള്ളത് എന്ന നിലയ്ക്ക് ഇവർ പഠിപ്പിക്കുന്നത്. 20 ആയത്തുള്ള ആയത്ത് ഇവർ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണിക്കാം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് നമുക്ക് ആയത്തും കാണിക്കണം. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇബാദത്തിൽപ്പെട്ടതാണ്. അഥവാ പ്രാർത്ഥന കഴിഞ്ഞ് ഇസ്തിഗാസയുടെ കൂടെ പ്രാർത്ഥനൻ്റെ കൂടെ ഒക്കെ വരുന്ന തവസ്സുൽ എന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത ഒരു കാര്യം ആ വിഷയത്തിലേക്ക് നമ്മൾ എടുത്തു കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ മഹാൻ അവിടുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പോലും ഇടയിൽ വെച്ച് നിങ്ങൾ എന്നിലേക്ക് അടുക്കണം എന്ന് ഖുർആനിലെ ഒരായത്ത് കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. എന്തേ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചത് വദഉ ഇലാ റബ്ബിക വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ എന്നാണ്. പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഷിർക്ക് ചെയ്യുന്നവരിൽ നിങ്ങൾ പെടാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൽപ്പന ഉൾക്കൊണ്ടിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത രീതിയുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ പറഞ്ഞ പ്രകാരമാണ് ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അടിയിൽ വെക്കേണ്ടിയിരുന്നു. കാരണം ഖലീലുള്ളയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മില്ലത്തിനെ പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ മില്ലത്ത് എന്ത് ചെയ്യേണ്ടിയിരുന്നു, ആ പ്രവാചകനെ പിടിച്ച് ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട്, ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്. ഖദീജ റളിയല്ലാഹു അൻഹ മഹദി, ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടിട്ടാണ് ഈ കാര്യം എന്തായിട്ടുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആയത്ത് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചില കാര്യങ്ങൾ വിശദീകരിക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്
വൈദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് മുനാഫിക്കുകളോട് കപട വിശ്വാസികളോട് പറയപ്പെട്ടാൽ അവരുടെ സ്വഭാവം എന്താണ്? അവർ തലയങ്ങ് തിരിച്ചു കളയും. അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ മുനാഫിക്കുകളെ കാണാൻ സാധിക്കും. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. അങ്ങനെ ഒരു മുഹമ്മദ് നബിയുടെ റെക്കമെൻഡൊന്നും വേണ്ട, മധ്യവർത്തി വേണ്ട, ഇടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും, അത്തരം ആളുകൾക്ക് നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല. തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ഈമാനിലേക്ക് തിരിച്ചു വരാതെ സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ മുഅ്മിനീങ്ങൾ ആളാകണം. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടലാണ്, നബി തങ്ങൾ മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ്. അങ്ങനെ ഖുർആനിൽ ഉടനീളം പഠിപ്പിച്ച ഒരാശയം. അപ്പോൾ നമ്മൾ കേട്ടല്ലോ, പിന്നെ സൂറത്ത് മുനാഫിഖിനിലെ ആയത്താണ്. അപ്പോൾ ഇതിൽ ഈ ആയത്ത് ഓതിയിട്ട് ഇത് എന്താണ് ഈ ആയത്തിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞു കൊടുക്കണില്ല. ഒന്ന്. രണ്ട്, ഈ ആയത്ത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരു സംസാരമോ കാര്യങ്ങളോ ഇല്ല. ആയത്തണ്ട് ഓതിയിട്ട് അതിന് ആയത്ത് ഓതിയപ്പോൾ തന്നെ വൈദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും എന്നാണ്, തആലോ വിട്ടു. അതിപ്പോൾ അറിഞ്ഞു വിട്ട അറിയത്തോട്ട് എന്തോ ആകട്ടെ, ആ തആലോ കൂടി വരുമ്പോൾ ഇത് കള്ളി പൊളിയും. കാരണം എന്താ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് പിന്നെ മുസ്ലിങ്ങളെ, വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ച ആളുകളാണ് കപടന്മാർ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചു. ഞങ്ങൾക്കാണ് പ്രതാപം എന്ന് പറഞ്ഞ് ദീനിനെ അവർ പ്രയാസപ്പെടുത്താൻ നോക്കി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും അവരെ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇനി അവരാ ചെയ്ത തെറ്റ് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അതിൽ അബദ്ധം വന്നു പോയിട്ടുണ്ട്, പ്രശ്നം വന്നു പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റാണ് ബോധ്യപ്പെട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ തെറ്റൊന്ന് പുറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ലൗറൂസവും അവർ തല തിരിച്ചു കളയും. പിന്നെയോ വറായിത്തഹും യസുദ്ദൂന, അവരിങ്ങനെ എല്ലാവരെയും തടയുന്നവരായിട്ട് കാണാം. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്ക് എന്നിട്ട് ഈ ആയത്ത് ഓതിയിട്ടാണ് ഇടയാളൻ വേണ്ട, മധ്യവർത്തി വേണ്ട, അല്ലെങ്കിൽ മുഅ്മിനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യവർത്തിയായി സ്വീകരിക്കാതെ പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കൂല, ഇങ്ങനെ ഈ ആയത്ത് ഓതിയിട്ടാണ്. അതാ പറഞ്ഞത്, ഈ ആയത്തും ഈ വിഷയവും തമ്മിൽ എന്തില്ല? ഒരു ബന്ധമല്ല. സമസ്ത പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന തവസ്സുലും അല്ലെങ്കിൽ ഷിയാക്കളും സൂഫികളൊക്കെ പഠിപ്പിച്ച ആ തവസ്സുലും ഈ ആയത്തും തമ്മിൽ എന്തില്ല? ഒരു ബന്ധമല്ല. ഇനി മാത്രവുമല്ല, ഇവിടെ വിശ്വാസികൾ പ്രത്യേകം പരാമർശിച്ചല്ലോ. എന്താണ് ഇബാദുർ റഹ്മാൻ്റെ ഗുണമായിട്ട് ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കൂടെ, ആ ആരാധ്യനായ അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ് ഇബാദുർ റഹ്മാൻ. അപ്പോൾ ഇത് ദുആഇൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഗതിയാണ്. എന്നിട്ട് അങ്ങനെ വിശ്വാസികളായ ആരും അങ്ങനെ ചെയ്യൂല, കപടന്മാരാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ വിശ്വാസികളെ കപടന്മാരാക്കുകയും കപടന്മാരെ വിശ്വാസികളാക്കുകയും ചെയ്യുന്ന ഒരു പണി കൂടി എന്ത് ചെയ്തു? ഇവിടെ പേരോട് സഖാഫി നടത്തി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ആയത്ത് ആദ്യം കിട്ടിയത് ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിലക്കുള്ളൊരു വാദം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് കേട്ട സ്വഹാബികൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇവർ കാര്യമായിട്ട് അവലംബിക്കുന്ന ഈ തഫ്സീർ റാസി എടുക്കട്ടെ, അല്ലെങ്കിൽ ജലാലീൻ എടുക്കട്ടെ, ബൈലാവി എടുക്കട്ടെ, തഫ്സീർ ഇബ്നു കസീർ എടുക്കട്ടെ, അഹ്ലുസുന്ന അംഗീകരിക്കുന്ന തഫ്സീർ എടുക്കട്ടെ, ആ തഫ്സീറിൽ നിന്ന് ഇവർ പഠിപ്പിക്കുന്ന ഒരു തവസ്സുൽ കിട്ടുമോ? ഇല്ലേ? ഇല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ കാടടച്ച് വെടി വെച്ചിട്ട് കാര്യമല്ല. അങ്ങനെ 20 ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകൾ ഓതിയിട്ട് കാര്യമല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ ആയത്തുമ്പോൾ തന്നെ നമുക്ക് എടുക്കുക. ഈ ആയത്തും എടുത്താൽ ഒന്ന്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവിടുന്ന് വേദനിപ്പിച്ച കപടന്മാർ, അവർക്ക് അള്ളാഹ് ഇനി പുറത്തു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നബിനോട് വന്നിട്ട് ഞങ്ങൾ ഈ തെറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ നബി, ഇനി അതുമല്ല, നബിയെ പുറത്തു തരുന്നതെന്നല്ല, നബിയേന്ന് ഏതെങ്കിലും അകലുന്ന വിതുർ നബിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം പറയാൻ അവരെ വിളിച്ചാൽ വരൂല എന്നാണ്. അപ്പോൾ അസാന്നിധ്യത്തിലും അല്ല. മറ്റൊന്ന് നബിയെ കൊണ്ടല്ല, നബി നിങ്ങളെ ജാഹു കൊണ്ട് അല്ല നിങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ ഇസ്തിഗ്ഫാർ നടത്തും. സമസ്ത പ്രചരിപ്പിക്കുന്ന തവസ്സുൽ മൂന്നാലൊന്നാണ്. ഒന്നുകിൽ ഹക്ക് കൊണ്ട്, അല്ലെങ്കിൽ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട്? ജാഹു കൊണ്ട്.
ചിലപ്പോൾ തൗബന്റെ ഒരു ഷർത്തും കൂടിയാണ് എന്ത്, ഒരാളോട് ഒരു പാപം ചെയ്ത് അയാൾ എന്ത് ചെയ്യണം, നമുക്ക് വിട്ടുവീഴ്ച മാപ്പ് വരണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ ഈ ആയത്ത് ഇതിൻ്റെ പ്രഥമ അഭിസംബോധിത സ്വഹാബികൾ അവർക്കിത് പരിചയമില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് സകല മാലപ്പാട്ടുകളും. ഇപ്പോൾ സി എം മടവൂരിൻ്റെ പേരിൽ എഴുതപ്പെട്ട മാലപ്പാട്ടുകളിലൊക്കെ എന്തുണ്ട്, സി എം മടവൂരിനെ അടിയിൽ വെച്ചിട്ട് ഉള്ള ഇത്തരം തേട്ടങ്ങളുണ്ട്. സി എം മടവൂർ അവരെ ഭാഷയിൽ തന്നെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും കഴിഞ്ഞ ഒരാളാണ്. അതേപോലെ പിന്നെ ഒരു ഭ്രാന്ത അവസ്ഥയിലേക്ക് എത്തിയ ആളാണ്. അപ്പോൾ അയാളെ വെച്ചിട്ട് വരെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ ഇവർക്കുള്ള തെളിവ് ഇങ്ങനെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കലാണ്. ഇതിൽ പുസ്തകത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഇത് അഹ്ലുസുന്നയുടെ ഒരു ആശയമല്ല. അഹ്ലുസുന്നക്ക് ഈ ഒരു ആയത്തുകളും അവർ പറഞ്ഞ ഒരു വിശദീകരണവും പരിചയമില്ല എന്ന് വ്യക്തമാണ്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വാചകമൊക്കെ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അവർ 10 ആയത്ത് പഠിച്ചാൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅലമ മആനിഹിന്ന വൽ അമല ബിഹിന്ന എന്നൊക്കെ കാണാൻ കഴിയും. അവർ 10 ആയത്ത് പഠിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താതെ എന്ത് ചെയ്യൂല, അടുത്തൊരു 10ലേക്ക് പോലും പ്രവേശിക്കൂല. അപ്പോൾ ഈ പേരോട് ഉസ്താദ് ഈ പറഞ്ഞ ഈ ആയത്തും ആ 20 ആയത്തുകളൊക്കെ നമ്മൾ മുന്നിൽ വെച്ചിട്ട് അത് സ്വഹാബത്ത് അതനുസരിച്ച് അമല് ചെയ്തത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, അപ്പോൾ ഇവരെ വാദപ്രകാരം, സമസ്തൻ്റെ വാദപ്രകാരം ഈ ആയത്തുകളൊന്നും സ്വഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മനസ്സിലായിട്ടില്ല എന്നെന്ത് ചെയ്യും, അതിലൂടെ വരും. അതിലൂടെ തന്നെ ഈ ഒരു ഇരട്ടത്താപ്പ് പാട് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിയുണ്ട്. കാരണം ഇവർ സാധാരണ നമ്മൾ അവരുടെ ശിർക്കിനുള്ള തെളിവായിക്കൊണ്ട് അതിനെ എതിർക്കാൻ വേണ്ടി ആയത്തുകൾ ഓതുമ്പോൾ പറയുന്നത് മുശ്രിക്കീങ്ങളെ എതിർക്കാൻ വേണ്ടി ഇതാക്കിയത്. അപ്പോൾ ഇറങ്ങിയ ആയത്തുകൾ ഓതുന്നത്. ഇവിടെ ഇവർ ഓതിയ ആയത്ത് മുനാഫിക്കീങ്ങളെ എതിർക്കാൻ വേണ്ടി ഓതിയ ആയത്താണ് ഇവർ മുഅ്മിനീങ്ങളെ നേരെ എന്ത് ചെയ്യണം, അത് വിഷയമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അവരെ ആവശ്യത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നത്, വാദം മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും പേരോട് ഉസ്താദ് പറഞ്ഞ ആ ഒരു ആയത്ത് വിഷയവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ പ്രചരിപ്പിക്കുന്ന 3-4 തവസ്സുലിന് എന്താണ്, എതിരുകൂടിയാണ് എന്ന് മുസല ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ്. ഇനി ഇതിൽ നടക്കുന്ന മറ്റൊരു തട്ടിപ്പ് എന്താ വെച്ചാൽ, അവർ ഈ തവസ്സുലില്ല, ഇടത്തേട്ടില്ല എന്ന് പറയുമ്പോൾ പൊതുവേ സലഫികൾക്ക് എന്തില്ല, തവസ്സുല് തീരെ ഇല്ല, അവർ തവസ്സുലില്ലാത്തവരാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം നടത്താറുണ്ട്. ശരിക്കും തവസ്സുലിൻ്റെ ഒരു യഥാർത്ഥ വശം, സലഫികൾ അംഗീകരിക്കുന്നതും എതിർക്കുന്നതുമായ ഒരു തവസ്സുലിൻ്റെ ഒരു വശം അതെന്താണ് എന്നൊന്ന് വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. ശരിക്കും ഈ തവസ്സുൽ എന്നുള്ള പദത്തിന് നമ്മൾ മലയാളത്തിലേക്ക് അർത്ഥം പറയുകയാണെങ്കിൽ സാമീപ്യം നേടുക, അള്ളാഹുലേക്ക് അടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു നല്ല ഒരു അമല് ചെയ്ത്, ഒരു സൽക്കർമ്മം ചെയ്ത് അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിക്കുന്നതിന്, ആ സൽക്കർമ്മത്തെ മുന്നിൽ വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ തവസ്സുൽ എന്ന് പറയുന്നത്. ഇസ്ലാമിലുള്ളതാണ്, ഇസ്ലാം പഠിപ്പിച്ച ഒരു ഇബാദത്താണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഇത് ഖുർആൻ കൽപ്പിച്ചൊരു കാര്യമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾ വെച്ചിട്ട്. അതേപോലെ തന്നെ ചില മാനദണ്ഡങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു മിൻ ഫിഅലി ത്വാഅതി വ തർക്കിൽ മആസി എന്നാണ്. പാപങ്ങൾ വെടിഞ്ഞുകൊണ്ടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അതാണ് തവസ്സുൽ. അപ്പോൾ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഇപ്പോൾ ഖുർആനിലുണ്ട് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും, പ്രാർത്ഥിച്ചാൽ അടുക്കാൻ പറ്റും. അതേപോലെ നല്ല മനുഷ്യന്മാരോട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും, നല്ല മനുഷ്യന്മാരോട്. എന്നാൽ അതെന്തല്ല, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അവരോട് പ്രാർത്ഥിക്കല്ല. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ്. നേരത്തെ റിൻഷിദ് പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ അവതരിച്ചത് നബിക്കാണ്. ഈ ആയത്ത് നബി ഓതിക്കൊടുത്തത് ആർക്കാ, സ്വഹാബികൾക്കാണ്. ആ സ്വഹാബികൾ എന്ത് മനസ്സിലാക്കിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടാമെന്ന് ഈ ആയത്തോട് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അവർ പല ആവശ്യങ്ങളും നബിയോട് പോയി പറഞ്ഞിട്ടുണ്ട്. നബി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ദുആ, അൻസാറുകളായ ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് വെള്ളമല്ല, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പട്ടിണിയിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദരണീയനായ ശ്രേഷ്ഠനായ ഒരാളാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, മനസ്സിലായില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു തവസ്സുൽ, അത് അനുവദിക്കപ്പെട്ട. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ സ്വഹീഹായ ഹദീസാണ് ഗുഹാവാസികളുടെ സംഭവം. ഗുഹാവാസികളായ ആളുകൾ ഗുഹയിൽ അകപ്പെട്ട സമയത്ത് അവർ പ്രാർത്ഥിക്കണം എങ്ങനെ, അവരുടെ സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർ ചെയ്ത ഓരോ നന്മകളെയും മുന്നിൽ വെച്ച്, ഇത് അള്ളാഹുവെ നിൻ്റെ വജുഹ് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ചെയ്തത്, അതുകൊണ്ട് എന്ത് വേണം, ഞങ്ങൾ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്, അനുവദിക്കപ്പെട്ട തവസ്സുലാണ്, മനസ്സിലായില്ലേ. എന്നാൽ നേരത്തെ മുസലയുടെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സമസ്തയുടെ ആളുകൾ ചെയ്യുന്നത് പോലെ മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരാളെ മുന്നിൽ വെച്ച് അയാളുടെ ഹക്ക് കൊണ്ട്, അയാളുടെ ജാവ് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ, രക്ഷപ്പെടുത്തണേ, അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കാത്തതാണ് ഈ വിഷയത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്.
ഇതിൽ സലഫികൾക്ക് തവസ്സുലേ ഇല്ല. അവർക്ക് തവസ്സുലിൻ്റെ ഇസ്ലാമിക മാനങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അതിനെ തീരെ പരിഗണിക്കാത്ത ആളുകളാണ്, എതിർക്കുന്നവരാണ് എന്ന് പറയുന്നതിലുള്ള നല്ലൊരു കൃത്യമായ വിശദീകരണമാണ്. തവസ്സുല് സലഫികൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ച തവസ്സുലിൻ്റെ രീതികളുണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുണ്ട്. അതാണ് സലഫികൾ അംഗീകരിക്കുന്നത്. ഇവർ പഠിപ്പിക്കുന്ന തവസ്സുലിൻ്റെ രീതികൾക്ക് അത് ശിർക്കായതാണ്, ബിദ്അത്ത് കലർന്നതാണ്. അതിന് പ്രമാണങ്ങളിൽ നിന്ന് യാതൊരു തെളിവുകളും ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഒരു പേരോട് ഉസ്താദിൻ്റെ ഒരു സംസാരത്തിൽ ഒരു വുജൂബിൻ്റെ ഒരു സ്വരം കൂടിയുണ്ട്. അതായത് ഇടത്തേട്ടം വേണം, തവസ്സു നബിയെ ഇടയാളനാക്കിക്കൊണ്ട് തേടാവൂ എന്നൊരു വുജൂബിൻ്റെ സ്വരം കൂടിയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വൈദാ സാലക ഇബാദി അന്നി ഫൈന്നി ഖരീബ്, അള്ളാഹു അടുത്തവനാണ്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ എന്നുള്ള ആയത്ത്. അതുപോലെ തന്നെ അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹു പോരെ, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ അവർക്ക് എന്താവും, അവർക്കൊരു അരോചകമാവും. അപ്പോൾ അവർക്കൊരു അരോചകമാവും. അതുകൊണ്ട് തന്നെ വേറൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞു വൈദാ ദുക്കിറ അല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹിറ, അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ബേജാറാവും, അവർ പ്രയാസപ്പെടും. വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ, നിങ്ങൾ അള്ളാഹിൻ്റെ കൂടെ വേറെ ആളെയും കൂടെ ചേർത്തോളി എന്ന് പറഞ്ഞാൽ സന്തോഷമാവും ചെയ്യും. ആ ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു നേർ രൂപമാണ് പേരോട് ഉസ്താദിൽ ഈ ഒരു കണ്ടത് എന്നുകൂടി. ശരിക്കും ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പിന്നെ പറഞ്ഞു വിട്ടൊരു സംഗതിയാണല്ലോ. അപ്പോൾ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ച രീതിയിലുള്ള കാര്യത്തിനുള്ള തെളിവുകളാണെന്ന് അത് പ്രാമാണികമായി തെളിയിക്കാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനുള്ളൊരു തൻ്റെ ഇടം, അത് ഒരു നല്ലൊരു വെല്ലുവിളി നമ്മൾ നടത്തുകയാണ്. അല്ലാതെ ഒരു വാശിയൊന്നുമല്ല. അതൊരു 20 ആയത്തുകൾ ഈ ശിർക്ക് സ്ഥാപിക്കണ്ടെന്നാ പറയണത്. അതെ അതെ. അപ്പോൾ ആ 20 ആയത്തുകൾ ഉണ്ടെങ്കിൽ ഖുർആൻ നമുക്കുള്ളതാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ട ആൾക്കാരെ നമ്മൾ. അപ്പം ഇങ്ങനൊരു ഇടതേട്ടം, അവർ പറയുന്നത് പോലെയുള്ള ഒരു ഇടതേട്ടം ഖുർആൻ കൊണ്ട് 20 ആയത്തുകൾ ഉണ്ടെങ്കിൽ നമ്മളത് പഠിക്കുക, നമുക്കത് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയുള്ള അവരുടെ പ്രസംഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് അവർ നിർബന്ധമായിട്ട് കാണും, അതിൻ്റെ ഒരു പ്രാമാണിക തെളിയിക്കണം. ചോദിക്കുന്നതിന്റെ വേറെ വശം കൂടി ഉണ്ട്. അവരെപ്പോഴും പറയലും മുജാഹിദുകൾ സ്വന്തമായി അർത്ഥം വെക്കും, സ്വന്തമായി അർത്ഥം മുഫസ്സിറുകൾ സ്വീകരിക്കും. നമ്മൾ ചോദിക്കണം മുഫസ്സിറുകളെയാണ്. ഈ 20 ആയത്തും അതിന് ഇവർ പഠിപ്പിക്കുന്ന തവസ്സുലിലെ മുഫസ്സിറുകളും അവരെ മാത്രമേ നമ്മൾ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ നല്ലൊരു വിശദീകരണം നമുക്ക് ലഭിക്കുകയും യഥാർത്ഥ വശം നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം പേരോട് സക്കാഫി നടത്തിയ കൃത്യമായ തട്ടിപ്പും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇരട്ടത്താപ്പുകളും നമുക്ക് ഈ ഒരു വിശദീകരണങ്ങളിലൂടെ ബോധ്യമായി. അൽഹംദുലില്ലാഹ്.